റേഡിയേഷൻ. റേഡിയേഷൻ എന്ന് പറയുന്ന വാക്ക് ഇലക്ട്രോ ഡൈനാമിക്സിലാണ് നമ്മളിപ്പോൾ ഉപയോഗിക്കാൻ പോണേ അല്ലേ? ഇലക്ട്രോ ഡൈനാമിക്സ്. അപ്പൊ ഇലക്ട്രോ ഡൈനാമിക്സിൽ റേഡിയേഷൻ എന്ന് പറഞ്ഞാൽ ആക്ച്വലി അത് ഇലക്ട്രോ മാഗ്നറ്റിക് റേഡിയേഷൻ തന്നെയാണ്. ഒരു ഇലക്ട്രോ മാഗ്നറ്റിക് റേഡിയേഷൻ എപ്പോഴാണ് ഉണ്ടാകുന്നത്? ഫസ്റ്റ് ചാപ്റ്റർ ഞാൻ പറഞ്ഞു, ഇലക്ട്രോ മാഗ്നറ്റിക് റേഡിയേഷൻ ഉണ്ടാകുന്നത് ഇപ്പം എക്സ്റേ എന്ന് പറയുന്ന വേവ്. എക്സ്റേ എങ്ങനെയാ പ്രൊഡ്യൂസ് ചെയ്യുന്ന ചോദിച്ചാൽ, ഒരു ആക്സലറേറ്റിംഗ് ചാർജ്, ഒരു ഹൈ സ്പീഡുള്ള ഒരു ചാർജ് ഹൈ വെലോസിറ്റിയിൽ മൂവ് ചെയ്ത് എവിടെയെങ്കിലും വന്ന് ഇടിച്ചു കഴിഞ്ഞാൽ അവിടുന്ന് അതൊരു ഇലക്ട്രോ മാഗ്നറ്റിക് വേവിനെ പ്രൊഡ്യൂസ് ചെയ്യും. That is first case. Accelerating charges. Accelerating charges. And ഇപ്പൊ ഒരു കറണ്ട് ലൂപ്പിലൂടെയുള്ള ഒരു കറണ്ടിന്, ഇതൊരു സർക്കുലർ ലൂപ്പാണെങ്കിൽ ഒരു സ്പ്രിങ് പോലെ കമ്പിച്ചുരുളാണെങ്കിൽ ഇതിലൂടെ ഒരു കറണ്ട് ഐ ഫ്ലോ ചെയ്യുന്നുണ്ടെങ്കിൽ, whenever there is a changing current, ചേഞ്ചിങ് കറണ്ട് ഉണ്ടായാൽ എന്നാ പറ്റും? അതുമായി ബന്ധപ്പെട്ട് ഒരു മാഗ്നറ്റിക് ഫീൽഡിന് വ്യത്യാസം ഉണ്ടാകും. We can say that it can be also produce an electromagnetic radiation. So the first point in radiation, the radiation can be produced by an accelerating charge or any changing current. It produces electromagnetic radiation. Well, if it is produced once, it can be move or propagate through the vacuum. ഇവിടെ വാക്വം ആണെന്നിരിക്കട്ടെ, ഒരു സമയത്ത് ഇത് ഉണ്ടായി കഴിഞ്ഞാൽ ഇറ്റ് ക്യാൻ ബി മൂവ് അപ് ടു ഇൻഫിനിറ്റി. ഇൻഫിനിറ്റി വരെ ഇതിന് മൂവ് ചെയ്യാൻ പറ്റും, ബിക്കോസ് ഇറ്റ് ഹാസ് എനർജി or it is carrying energy. And also it is a irreversible flow of energy. Irreversible flow of energy from the source. We can say that now here this point is a source. The radiation is started from this point and is propagated to this value. If it is plus infinity, if it is moved to plus infinity, it is carrying the energy from this point to the plus infinity. And this is an irreversible process because this energy does not given back to this original position. Actually, these are the fundamental things of a radiation. So, an electromagnetic wave, the accelerating charge or charging current which produce an electromagnetic wave or radiation. So if it is started from a point, it is carrying energy through the vacuum, or it propagate up to infinity with the carrying of energy. And the main signature of radiation is that it is an irreversible flow of energy away from the source. സോഴ്സിൽ നിന്ന് പുറത്തോട്ട് എനർജി വഹിച്ചുകൊണ്ട് പോകുന്ന ഒരു ഇറിവേഴ്സിബിൾ ഫ്ലോ ഓഫ് ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷൻ ആണ് നമ്മൾ റേഡിയേഷൻ എന്ന് പറയുന്ന കൺസെപ്റ്റിൽ എടുക്കും. ഇതെങ്ങനെയൊക്കെ ഉണ്ടാക്കാം? ഒരു ആക്സിലറേറ്റിംഗ് ചാർജ് കൊണ്ട്, അല്ലെ ഒരു ചേഞ്ചിങ് ചാർജിങ് അല്ല കേട്ടോ, ചേഞ്ചിങ് കറണ്ട്, ഇത് ബോത്ത്, ഇത് രണ്ടും ഒരു റേഡിയേഷൻ പ്രൊഡ്യൂസ് ചെയ്യാൻ സാധിക്കുമല്ലോ, ഒരു റേഡിയേഷൻ പ്രൊഡ്യൂസ് ചെയ്യും. വാട്ട് അബൌട്ട് ദ എനർജി? ഒരു ഇലക്ട്രോമാഗ്നറ്റിക് വേവിന്റെ എനർജി, അല്ലെങ്കിൽ അത് എത്ര പവർ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്, പവർ എടുക്കാം.
പവർ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. സോ the total power produced per unit area per unit time. ഞാനൊന്ന് ഇൻട്രഡക്ഷൻ പോലെ പറഞ്ഞായിരുന്നു. അത് ഏത് ലെറ്റർ കൊണ്ട് നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത്? ദ എനർജി പെർ യൂണിറ്റ് ടൈം പെർ യൂണിറ്റ് ഏരിയ. അത് ഏതായിരുന്നെന്ന് ഓർക്കുന്നുണ്ടോ? ആരെങ്കിലും ഓർക്കുന്നുണ്ടോ? എനർജി പെർ യൂണിറ്റ് ഏരിയ പെർ യൂണിറ്റ് ടൈം. അശ്വതി ഓർക്കുന്നുണ്ടോ എന്നാന്ന്? ഇന്റൻസിറ്റി ആണ് സർ. ഇന്റൻസിറ്റി തന്നെ. ഇന്റൻസിറ്റിയുടെ തൊട്ട് മുമ്പിൽ വേറൊരു ടേമിൽ നിന്നായിരുന്നു നമ്മൾ ഇന്റൻസിറ്റി ഡെറൈവ് ചെയ്തുകൊണ്ട് വന്നത്. ആര്യ, പിനിൽ. So the energy produced per unit area per unit time, that is power, that is represented by the pointing vector. ശരിയല്ലേ? നമ്മളൊന്ന് ഡിസ്കസ് ചെയ്തല്ലേ എസ്. എസിന്റെ വാല്യൂ എത്രയായിരുന്നു? 1/μ0 ടൈംസ് ഇ ക്രോസ് പി. അപ്പം ഇവിടുന്ന് ചിന്തിച്ചു തുടങ്ങിക്കണം. നമുക്ക് പവർ കണ്ടുപിടിക്കണമെങ്കിൽ ടോട്ടൽ പവർ ഓഫ് electromagnetic radiation is equal to closed integral S dot dA. അതായത് പോയിന്റിംഗ് വെക്ടറിനെ മൊത്തം ഇന്റഗ്രേറ്റ് ചെയ്തെടുക്കുക. ഡി എന്നോ ഡി ആർന്നോ എന്ത് എഴുതിയാലും there is no problem. But the value of S, that is equal to 1/μ0 into E cross into dA. μ0 എന്ന് പറഞ്ഞാൽ എന്നാ? പെർമിയബിലിറ്റി ഇൻ ഫ്രീ സ്പേസ് അല്ലേ? എപ്സിലോൺ എന്ന് പറഞ്ഞാൽ പെർമിറ്റിവിറ്റി, മ്യൂ എന്ന് പറഞ്ഞാൽ permeability. So if we can write 1/μ0 in outside, 1/μ0 closed integral E cross B into dA. This is actually the power of an electromagnetic radiation. ശരിയാണ്. ഇവിടെ ഒരു പോയിന്റ് ചാർജ് ആണ്. This is a point charge. And this charge is producing electromagnetic radiation. Then consider a spherical shell around it with the radius small r. അതാണ് ഈ പി ഓഫ് ആർ എന്ന് ഞാൻ എഴുതാൻ കാരണം. ആർ വരെ പവർ റേഡിയേറ്റഡ് അപ് ടു ദ റേഡിയസ് ആർ ഓഫ് ദി spherical shell with very closed electromagnetic wave is propagating through a small area dA. എനിക്ക് തോന്നുന്നു ഗോസസ് ലോ ഒക്കെ നമ്മൾ ഇങ്ങനെയല്ലേ ഡിറൈവ് ചെയ്തുകൊണ്ടിരുന്നത്? ഗോസ് തിയറം. ഇങ്ങനെ ഒരു സ്പെറിക്കൽ ഷെൽ എടുത്തിട്ട് ഇവിടെ ഡി എ എടുത്തു കഴിഞ്ഞാൽ phi is equal to surface integral E dot ds equal to q by epsilon 0 അല്ലേ? ഫൈയുടെ ഇക്വേഷൻ ഇത് ഗോസ് തിയറം 1/epsilon 0 times total charge. അപ്പൊ ഇന്റഗ്രൽ E dot ds is equal to q by epsilon 0 ആണെങ്കിൽ ds എന്ന് പറഞ്ഞാൽ എത്രയായിരിക്കും? അല്ലേ? വേണ്ട, ഇവിടെ നിൽക്കട്ടെ. ഇന്റഗ്രൽ ഡി എസ് ഈക്വൽ ടു വേണ്ട, നമുക്ക് ഫൈവ് എന്ന് തന്നെ എഴുതാം. ഫൈവ് ഇസ് ഈക്വൽ ടു ഇന്റഗ്രൽ ഇ ഡോട്ട് ഡി എസ്. ഇന്റഗ്രൽ ഡി എസ് ഈസ് ഈക്വൽ ടു 1/4πε0 q by r സ്ക്വയർ ഇന്റഗ്രൽ. ഇനി മൊത്ത ഏരിയ ഇ ഡോട്ട് ഡി എസ്. ഡി എസ് എത്രയായിരിക്കും? 4πr². 4πയും ക്യാൻസൽ ആയി പോകും, ആർ സ്ക്വയറും ക്യാൻസൽ ആയി പോകും, ക്യൂ ബൈ എപ്സിലോൺ 0. ഇങ്ങനെ ഗോസ് തിയറം തെളിയിച്ച് ഓർമ്മിക്കുന്നുണ്ടാവും. +2-നൊക്കെ നമ്മൾ തെളിയിക്കുന്നുണ്ട്. അപ്പൊ അതുപോലെ തന്നെ നമ്മൾ വി ക്യാൻ കൺസിഡർ എ സ്പെറിക്കൽ ഷെൽ. എത്രമാത്രം ഈ ലോക്കലൈസ്ഡ് പോയിന്റ്, നമുക്ക് 2 പോയിന്റ് വേണം എഴുതി തരാം. ദി സോഴ്സ് ആക്ട് ആസ് എ ലോക്കലൈസ്ഡ് പോയിന്റ് സോഴ്സ് ഓർ ഒറിജിൻ. അതാണ് അതിന്റെ ഒറിജിൻ. ദെൻ ഇമാജിൻ എ സ്പെറിക്കൽ ഷെൽ. A spherical shell
with radius r enclosing the source. അതിന് ചുറ്റും വേണം. ഇവിടെ ഓർക്കുന്നുണ്ടോ, നമ്മളൊരു ഗോഷിയൻ സർഫസ് കൺസിഡർ ചെയ്യുവാൻ എന്ന് പറയുന്ന പോലെ തന്നെ ഇവിടെ ഒരു ഷെല്ല് കൺസിഡർ ചെയ്യുന്നു. Then the total power of radiation passing through this surface, radiation passing through this spherical surface equal to P of R equal to closed integral S dot dA. Then ഞാൻ പറഞ്ഞു. ക്ലിയർ ആയോ ബിനിലെ? ക്ലിയർ അല്ലേ? Now this source is said to be radiative. It can send power up to infinity. നമ്മൾ പറയാണ് ഇതിപ്പം this source is said to be radiative, and if it send energy up to infinity, ഇൻഫിനിറ്റി വരെ ഇത് അയക്കുന്നുണ്ടെങ്കിൽ ലിമിറ്റ് r tends to infinity P of R അങ്ങനെ ഒരു വാല്യൂ ഉണ്ടായിരിക്കും അല്ലേ? അല്ലെങ്കിൽ അത് ഒരിക്കലും 0 ആയില്ല. ശരിയല്ലേ? നോക്കി, പവർ ഉണ്ട് എവിടം വരെയും, ലിമിറ്റ് r tends to infinity P of R is exist or P of R not equal to 0. That means the radiating source energy, liberating energy and radiating energy, and limit പവറിന്റെ എക്സ്പ്രഷൻ എവിടം വരെയും പോകാം. നമ്മൾ ആദ്യം ഞാൻ പോയിന്റ് പറഞ്ഞായിരുന്നു. It can be emit up to the point infinity. So equation wise നമുക്ക് എങ്ങനെ എഴുതാം? Limit r tends to infinity P of R, power is exist, അങ്ങനെ പറഞ്ഞാൽ മതി, or existing. അതാണ് നമുക്ക് അടുത്തായി പറയേണ്ട പോയിന്റ്. So now consider the static condition. Consider the static condition. നമ്മൾ പറഞ്ഞു ഇനി പോയിന്റിംഗ് വെക്ടർ ഇനി എഴുതണമെങ്കിൽ നമുക്ക് എന്തൊക്കെ വേണം? E വേണം, B വേണം. സ്റ്റാറ്റിക് കണ്ടീഷനിലെ ഇലക്ട്രോസ്റ്റാറ്റിക്സിലെ ഇയുടെ വാല്യൂ എത്രയാണ്? അർത്ഥന നിങ്ങൾ പഠിച്ചിട്ടുള്ള 1/4πε0 അതാണ് സർ. അയ്യോ 1/4πε0 Q1 Q2 by R square. Or we can write it as E directly proportional to 1 by R square. It is from Coulomb's law. E equal to 1/4πε0 Q by R square. Now what about B? Ashwati, what about B? The value of B in electrostatics. അറിഞ്ഞൂടാ സാർ. അറിയാടോ, എന്നാന്ന് പറയാത്ത ഓർമ്മയിട്ടില്ല. ഉണ്ടെന്നേ. ഹരി, ഓർമ്മയില്ല സാർ. ലിജിന, അറിയില്ല സർ. ശരത്ത്, സാർ 4π എന്നങ്ങാണ്ട് പറഞ്ഞ ബയോട്ട് സവാർട്സ് ലോ പറയാവോ ആരേലും? That is equal to dB is equal to mu0/4π IDL sin theta by R square. ഇതൊക്കെ എവിടെന്നാ വന്നേന്നൊക്കെ ഇതേന്നൊക്കെ ഞാൻ എഴുതണേ.
B directly proportional to, we can write 1 by R square. അല്ലേ? അങ്ങനെയെങ്കിൽ S എന്തിന് പ്രൊപ്പോർഷൻ ആയിരിക്കും? S ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു 1 by അല്ലെങ്കിൽ E ക്രോസ് B അല്ലെ 1 by R സ്ക്വയറിനെ 1 by R സ്ക്വയർ കൊണ്ട് തുല്ലിക്കുന്നതിന് തുല്യമായിരിക്കും. ഓർ ദ പോയിന്റിംഗ് വെക്ടർ or power radiating per unit time per energy is proportional to 1 by R raised to 4. അപ്പം ദൂരം കൂടുന്നതനുസരിച്ച് പവർ വളരെയധികം കുറയും. ശരിയല്ലേ? S equal to 1 by mu 0 times E cross. അപ്പൊ ഇങ്ങനെ ഇക്വേഷൻ ഇങ്ങനെ കൃത്യമായിട്ട് ഇങ്ങനെ R സ്ക്വയർ ഈ പ്രപ്പോർഷൻ എന്ന് പറഞ്ഞാൽ ഇതാണ്. ഇതിൽ നിന്ന് എഴുതുക, ഇതിൽ നിന്ന് എഴുതുക. S equal to നോക്കുമ്പോൾ 1 by R raised to 4 ആണ്. ഇനി P of R എന്ന് പറഞ്ഞാൽ എന്നായിരുന്നു? S into D ആണ് നമ്മൾ എഴുതിയല്ലേ പവറിന്റെ ഇക്വേഷൻ. P equal to ഇന്റഗ്രൽ S into DA. ഇവിടെ S 1 by R raised to 4 എന്ന് കിട്ടിയാൽ ഡിയുടെ ഇക്വേഷൻ ആണ് ഏരിയയുടെ ഇക്വേഷൻ. ടോട്ടൽ ഇന്റഗ്രൽ ഡി എത്രയായിരിക്കും? ഷെല്ലിന്റെ ഒരു ഷെല്ലിന്റെ ഏരിയ എത്രയാ? സ്പെറിക്കൽ ഷെല്ലിന്റെ 4 pi R square. വെരി ഗുഡ്. 4 pi R സ്ക്വയർ. അപ്പൊ ഇതും ക്യാൻസലായി, ഒരു R സ്ക്വയറും ക്യാൻസൽ ആയി കഴിഞ്ഞാൽ പവർ അഗെയിൻ പ്രപ്പോർഷണൽ ടു 1 by R സ്ക്വയർ. ഓക്കെ. Now, if R tends to infinity, നോക്കിക്കോണം ഞാൻ പറയാൻ പോണത്. If R tends to infinity, limit R tends to infinity, P of R equal to 0. ശരിയല്ലേ? P of R ന്റെ വാല്യൂ എത്രയാണെന്ന് ഇപ്പൊ കണ്ടുപിടിച്ചേ? പ്രൊപ്പോർഷണൽ ടു 1 by R സ്ക്വയർ. അപ്പം ലിമിറ്റ് R tends to infinity, P of R എന്ന് പറയുന്നത് ലിമിറ്റ് R tends to infinity 1 by R സ്ക്വയർ. 1 by ഇൻഫിനിറ്റിയുടെ വാല്യൂ എത്രയാ? 0. അപ്പൊ പവറിന്റെ വാല്യൂ എത്രയാ? 0. ദാറ്റ് മീൻസ് I concluding this section, the static charges does not radiate energy. ശരിയല്ലേ? ഇലക്ട്രോസ്റ്റാറ്റിക്സ്, മാഗ്നറ്റോസ്റ്റാറ്റിക്സ്, S directly proportional to 1 by R raised to 4, P directly proportional to 1 by R square. അത് ലിമിറ്റ് കൊടുത്ത് ടോട്ടൽ പവർ കണ്ടുപിടിക്കാൻ നോക്കിയപ്പം 1 by R square up to infinity എടുത്തു കഴിഞ്ഞാൽ അത് 0 ആയി പോകും. It means that the static charges or static source, ഒരു ചാർജ് എവിടെയെങ്കിലും അനങ്ങാതിരുന്നാൽ it does not produce radiation. അപ്പൊ ഒന്നെങ്കിൽ ഒരു മൂവിങ് ചാർജ് ആയിരിക്കണം, അല്ലെ ഒരു വൈബ്രേറ്റിംഗ് ചാർജ് ആയിരിക്കണം, ഒരു ഓസിലേറ്റിംഗ് ചാർജ് ആയിരിക്കണം. അങ്ങനെയുള്ളവർ മാത്രമേ റേഡിയേഷൻ പ്രൊഡ്യൂസ് ചെയ്യുകയുള്ളൂ. ഒരു സെക്ഷൻ തീർന്നു. ക്ലിയർ ആയോ മുഴുവനും? സോ ആക്ച്വലി ഇപ്പൊ ഒരു ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷന്റെ സോഴ്സ് ആണ്. ഇവിടുന്ന് ഒരു ഇലക്ട്രോമാഗ്നറ്റിക് വേവ് പ്രൊപ്പഗേറ്റ് ചെയ്ത് പോവുകയാണെങ്കിൽ നമുക്ക് പറയാം we representing all these things in a time varying field. ശരിയല്ലേ? ഇങ്ങോട്ട് വരുന്നതനുസരിച്ച് സമയം മാറുക എന്ന് പറയാം അല്ലേ? ഒരു ടൈം വേരിയിങ് ഫീൽഡ്. അപ്പൊ നമ്മൾ വേവ് ഗൈഡ് പറഞ്ഞാലും ഇലക്ട്രോമാഗ്നറ്റിക് വേവ് പറഞ്ഞാലും ഏത് പറഞ്ഞാലും ടൈമിനനുസരിച്ച് അത് മാറും. അതുപോലെ ടൈമിനനുസരിച്ച് if the potential decrease, പൊട്ടൻഷ്യൽ കുറഞ്ഞു വരുവാണ്, അല്ലെ എനർജി ഡിസിപ്പേറ്റ് ചെയ്ത് പോവുകയാണെങ്കിൽ we can say that it is a retarding potential or retarded potential. The retarded potential has two components, the electric field component and magnetic field component. And the electric field component, or it is called the scalar field.
scalar field of the electric field component, and that is represented by V, potential, retarded potential V. ഇപ്പൊ ഞാൻ പറയട്ടെ, കൂളോംസ് ലോ അനുസരിച്ച് വിയുടെ ഇക്വേഷൻ എന്നാ? 1/4πε0. കീർത്തി, കൂളോംസ് ലോ ഇലക്ട്രോസ്റ്റാറ്റിക്സിൽ വിയുടെ ഇക്വേഷൻ എന്നാ? 1/4πε0 Q1 Q2 by R square. വിയുടെ ഇക്വേഷനോ? Q/R എന്നേ ഉള്ളൂ. ഓക്കെ, അത് എഫിന്റെ ഇക്വേഷൻ താങ്കൾ പറഞ്ഞു. കൂളോം ഫോഴ്സിന്റെ വി ഈക്വൽ ടു ഇലക്ട്രോസ്റ്റാറ്റിക് പൊട്ടൻഷ്യൽ പ്ലസ്റ്റുവിന്റെ യൂണിറ്റ് നമ്പർ 2-ലുണ്ട്. ഇലക്ട്രോസ്റ്റാറ്റിക് പൊട്ടൻഷ്യൽ വി ഇസ് ഈക്വൽ ടു 1/4πε0 Q/R. ഇനി അവിടെ തന്നെ നമ്മൾ പറയുന്നുണ്ട്, ഈ Q എന്ന് പറയുന്നതിനെ ലാംഡ ഇൻറ്റു എൽ എന്നും Q എന്ന് പറയുന്നതിനെ സിഗ്മ ഇൻറ്റു എ എന്നും Q എന്ന് പറയുന്നതിനെ റോ ഇൻറ്റു വി എന്നും എഴുതാം. ശരിയല്ലേ? ലൈൻ ചാർജ് ഡെൻസിറ്റി ഇൻറ്റു ടോട്ടൽ ലെങ്ത്, സർഫസ് ചാർജ് ഡെൻസിറ്റി ഇൻറ്റു ടോട്ടൽ ഏരിയ, വോളിയം ചാർജ് ഡെൻസിറ്റി ഇൻറ്റു total volume. So here V is equal to 1/4πε0 integral rho of R TR. TR എന്ന് പറയുന്ന R എന്ന് പറഞ്ഞ പൊസിഷണൽ ടൈം, Q/R. ഇപ്പൊ Q നാക്കാൻ വേണ്ടി ഇൻറ്റു ഡി ടോ ആണ്, ഡി ടോ ഡി വി ആണ്, ഡി വി വോളിയം ഇന്റഗ്രൽ ഇത് കേട്ടോ, ഡിവൈഡഡ് ബൈ ആർ. സോ ദിസ് ഈസ് കോൾഡ് ദ സ്കെയിലാർ ഫീൽഡ്. ആൻഡ് ഫ്രം ദ ബയോട്ട്-സവാർട്ട്സ് law we can define the vector field, and that is represented by capital A. That is equal to mu0 divided by 4 pi into I എന്ന് പറയുന്ന അല്ലെ ആംബിയസിയർ മ്യൂസിറോ ടൈംസ് I എന്ന് പറയുന്ന കമ്പൗണ്ട്. I നമുക്ക് ഇന്റഗ്രൽ ഓഫ് J സിമിലർ വേ, rho is the charge density, J is the current density. So J of R TR into d tau divided by R. These are two equations that always be very required. എയും വിയും, വി എന്ന് പറഞ്ഞാൽ എന്നാണ്? സ്കെയിലാർ ഫീൽഡ്. ദിസ് ഈസ് ദ വെക്ടർ ഫീൽഡ് ഓഫ് ദ റിറ്റാർഡേഷൻ പൊട്ടൻഷ്യൽ. റിറ്റാർഡഡ് പൊട്ടൻഷ്യലിന്റെ സ്കെയിലാർ ഫീൽഡും വെക്ടർ ഫീൽഡ്. അങ്ങനെയെങ്കിൽ ബൈ യൂസിങ് ബൈ യൂസിങ് വി ആൻഡ് എ, we can write the electric field and magnetic field such as E is equal to minus del V minus dou A by dou T, and B is equal to del cross. ഈ ഇക്വേഷനിലും കേട്ടിട്ടുണ്ടോ? E is equal to minus del V minus dou A by dou T, and B is equal to del ക്രോസ് എ. ഇനി ഇവിടെ വി ഉണ്ടല്ലേ, ഈ വിയുടെ ഡെൽ വി കാണുക, എയുടെ ഡോ എ ബൈ ഡോ ടി കാണുക, ബിയുടെ ഡെല്ല് കാണുക, ഡെൽ ക്രോസ് എ കണ്ടുപിടിക്കുക. ഈ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിയുമ്പോൾ കിട്ടുന്ന ഇലക്ട്രിക് ഫീൽഡ് E ഈക്വൽ ടു 1/4πε0 ഇന്റഗ്രൽ എഴുതി നോക്കണം, റോ ഓഫ് ആർ ടി ആർ, അതായത് റോ ഇൻറ്റു യൂണിറ്റ് വെക്ടർ ആർ ബൈ ആർ സ്ക്വയർ പ്ലസ് റോ ഡോട്ട് ഓഫ് ആർ ടി ആർ യൂണിറ്റ് വെക്ടർ ആർ ബൈ സി ആർ പ്ലസ് മൈനസ് ജെ ഡോട്ട് ആർ ടി ആർ ഇൻറ്റു യൂണിറ്റ് വെക്ടർ ആർ divided by second derivative, യൂണിറ്റ് വെക്ടറിന്റെ ആവശ്യമില്ല, സി സ്ക്വയർ ഇൻറ്റു ആർ ഇൻറ്റു ഡി ടു. എന്നാ ഇത് ഈ വിനെയും എയിനെയും ഇയിലോട്ടും വിയിലോട്ടും കൊടുത്തേക്കാം, കിട്ടിയ ഇലക്ട്രിക് ഫീൽഡിന്റെ ഇക്വേഷൻ ഇതും
മാഗ്നറ്റിക് ഫീൽഡിന്റെ ഇക്വേഷൻ ഇത് μ0 by 4 pi into integral J of R TR by R square plus J dot of R TR by CR C into R cross R into deta. ഈ രണ്ട് ഇക്വേഷനെ വിളിക്കുന്ന പേരാണ് ജെഫി മെങ്കോസ് ഇക്വേഷൻസ്. ശരിക്കും നമുക്കിവിടെ ഇക്വേഷന്റെ ആവശ്യമൊന്നുമില്ല കേട്ടോ. നിങ്ങളിത് കണ്ട് പേടിക്കണ്ട. ഈ ഷീറ്റിൽ എഴുതിയിരിക്കുന്നത് എൻ്റെ 1ാം യൂണിറ്റിലോ 2ാം യൂണിറ്റിലോ എല്ലാം പഠിക്കാനുണ്ടെങ്കിൽ ഇലക്ട്രോ ഡൈനാമിക്സ് ഫസ്റ്റ് പേപ്പറാണ് നിങ്ങളിപ്പോൾ പഠിക്കുന്നത്. ഹലോ, ബിനിലെ ഇത് ഫസ്റ്റ് പേപ്പറാണോ നിങ്ങൾ പഠിക്കുന്ന ഇ ഡിയുടെ? ആ സാർ. കഴിഞ്ഞ വർഷം ഇല്ലായിരുന്നല്ലോ. ഇല്ല. അപ്പം ഈ ഇക്വേഷൻ നമുക്ക് എപ്പോഴും ആവശ്യമുള്ള ഒരു ഇക്വേഷൻ ആണ്, ജെഫി മെങ്കോസ് ഇക്വേഷൻ. ഓക്കെ, അത് യൂസിങ് ജെഫി മെങ്കോസ് ഇക്വേഷൻ ഇവിടെ നമ്മളൊരു സെന്റൻസേ പറയുന്നുള്ളൂ. ഇവിടെ റേഡിയേഷന് നമുക്കൊരു സെന്റൻസ് മാത്രം ഇവിടെ പറഞ്ഞാൽ മതി. The Jeffy Mengos equation indicate that the time dependent field includes the term rho dot and j dot that go proportional to 1/r. അല്ലെങ്കിൽ ഇപ്പൊ നമ്മൾ പറഞ്ഞ ഈ ജെഫി മെങ്കോസ് ഇക്വേഷനകത്ത് എന്തൊക്കെയുണ്ട്? റോ ഡോട്ട് ഉണ്ട്, ജെ ഡോട്ട് ഉണ്ട്. ഇത് രണ്ടും എങ്ങനെയാണ് പ്രൊപ്പോർഷണൽ ടു? ബോത്ത് ആർ പ്രൊപ്പോർഷണൽ ടു 1/r. അതായത് കറണ്ട് ഡെൻസിറ്റി ഓർ ചാർജ് ഡെൻസിറ്റി. ഓക്കെ, both derivatives are present in terms of E and the radiation the electric field in the E 1/r വെച്ച് കുറയും. ഇത് തന്നെ നമ്മൾ മുമ്പേ സ്റ്റാറ്റിക് ഫീൽഡ് ചുമ്മാ പറഞ്ഞു, E = 1/4πε0/r² എന്ന് പറഞ്ഞു. 1/r² ആയിരുന്നു അവിടെ. ഇവിടെ ജെഫി മെങ്കോസ് ഇക്വേഷൻ വെച്ച് ഒരു റിട്ടാർഡഡ് പൊട്ടൻഷ്യൽ ഫീൽഡില് we can say that the rho dot and j dot retarded or goes like 1/r or proportional to 1/r. And these terms 1/r അനുസരിച്ച് ജയും റോ ഡോട്ടും മാറുന്നു. These terms indicate the presence of electromagnetic radiation. ഈ ടേമിലെ ഈ റേഡിയേഷൻ ഉണ്ടെന്നും ആ റേഡിയേഷൻ ദൂരം കൂടുമ്പോൾ ഇങ്ങനെ കുറഞ്ഞു വരുമെന്നും ഇൻഫിനിറ്റി വരെയും പോകാമെന്നും എല്ലാം ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് ഈ റോ ഡോട്ടും ജെ ഡോട്ടുമാണ്. അപ്പൊ മുമ്പേ എഴുതിയതിന്റെ ബാക്കിയായിട്ട് നിങ്ങൾ ഇതൊന്നും എഴുതേണ്ട കാര്യമില്ല, 2 സെന്റൻസ് അങ്ങ് എഴുതിയാൽ മതി. ഞാൻ എഴുതി തരാം. ബൈ ജെഫി മെങ്കോസ് ഇക്വേഷൻ, this equation indicate that Jeffy Mengos equation indicate that ഇതെങ്ങനെയാണ് വന്നതെന്നൊക്കെ അറിഞ്ഞിരിക്കുന്നത് വളരെ നല്ലതാണ്. This indicate that the time dependent field fields includes the term rho dot and j dot. അല്ലെങ്കിൽ ജെഫി മെങ്കോസ്കി ഇക്വേഷൻ has the term j dot and rho dot that go like 1/r. And these rho dot and j dot in the Jeffy Mengos equation
is responsible for the electromagnetic radiation. എഴുതിയാൽ മതി. ഈ ഇക്വേഷൻ എന്നാന്ന് പറഞ്ഞപ്പോൾ ഞാനത് എന്നാന്ന് പറഞ്ഞതേ ഉള്ളൂ. ആ ഇക്വേഷൻ പറയണമെങ്കിൽ ജെ എന്നാന്ന് പറയണം, അത് പറയണേ എ പറയണം, സ്കെയിലർ ഫീൽഡ് പറയണം, വെക്ടർ ഫീൽഡ് പറയണം, അത് പറയണമെങ്കിൽ റിട്ടാർഡ് പൊട്ടൻഷ്യൽ പറയണം. പറഞ്ഞതേ ഉള്ളൂ. ക്ലിയർ ആയല്ലോ? ഈ ഒരു ടൈം മതി. ക്ലിയർ ആണല്ലോ അല്ലേ? ഹരി കിട്ടിയില്ലേ? കിട്ടി സർ. So next, the first heading, electric dipole radiation. That means an electric dipole produce radiation. അത് സ്റ്റാറ്റിക് ആയിട്ടിരുന്ന പ്രൊഡ്യൂസ് ചെയ്യുവോ? ഒരു ഡൈപോൾ അനങ്ങാതിരുന്ന റേഡിയേഷൻ പ്രൊഡ്യൂസ് ചെയ്യുവോ? ഹരി? ഇല്ല. എന്നാ നമ്മൾ മുമ്പേ പറഞ്ഞല്ലേ? അപ്പോൾ നമുക്കൊരു ഡൈപോൾ വേണം താനും, എന്നാൽ അത് സ്റ്റാറ്റിക് ആകാനും പാടില്ല. സോ ഹിയർ ഐ ആം ഡ്രോയിങ് എ ഡൈപോൾ. ഡൈപോൾ മീൻസ് ടു ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ചാർജ്. ഒന്ന് പോസിറ്റീവ് ആണെങ്കിൽ ഒന്ന് നെഗറ്റീവ്. So let's consider here, this is a Q plus positive charge, here it is a Q minus negative charge. Both are separated by a very small distance, small d. And these charges, angle sentence note ido, Q plus and Q minus are metallic spheres. Metallic spheres connected by a conducting wire with length d. Then Q plus equal to plus Q of t. ചുമ്മാ എഴുതുന്നേ ഉള്ളൂ. പോസിറ്റീവ് ചാർജിനെ ഞാൻ Q0 cos omega t എന്ന് എഴുതും. ബിക്കോസ് ഇതൊരു സ്റ്റാറ്റിക് ചാർജ് അല്ല അല്ലേ? സ്റ്റാറ്റിക് ആണോ? അല്ല. അതൊരു എന്നാ പറഞ്ഞ സൈനസോയിഡൽ ചാർജ്. അങ്ങനെ വൈബ്രേറ്റ് ചെയ്തുകൊണ്ടിരിക്കും, അല്ലെങ്കിൽ ഒരു സൈനസോയിഡൽ വേവിന് ഈക്വലന്റ് ആണ്. അപ്പൊ വേണേൽ അതിനെ സൈൻ ആയിട്ടോ കോസ് ആയിട്ടോ എഴുതാം. ബിക്കോസ് ഇറ്റ് ഈസ് നോട്ട് സ്റ്റാറ്റിക്. സ്റ്റാറ്റിക് ആയി നിന്ന് കഴിഞ്ഞാൽ റേഡിയേഷൻ പ്രൊഡ്യൂസ് ചെയ്യാൻ നമ്മൾ ആദ്യത്തെ സെന്റൻസ് പഠിച്ചു. സോ ബോത്ത് ആർ ലൈക്ക് എ ഡൈപോൾ. ഇപ്പോൾ ഒരു HCl എന്ന് പറയുന്ന ഒരു മോളിക്യൂൾ എടുക്കുവാണെങ്കിൽ അത് H പ്ലസ് പ്ലസ് Cl മൈനസ് അല്ലേ? ഇതിന് ഭയങ്കര ഇലക്ട്രോ നെഗറ്റീവ് ആണ്. ഇവിടുന്ന് ഇങ്ങോട്ട് ശരിക്കും ഒരു ഡെൽറ്റ നെഗറ്റീവ് ചാർജ്, ഇതിന് ഡെൽറ്റ പോസിറ്റീവ്. ഇതാണ് ശരിക്കും ഒരു ഡൈപോൾ, ഒരു മോളിക്യൂൾ ആണിത്. അപ്പൊ ഇതിങ്ങനെ വൈബ്രേറ്റ് ചെയ്യുവാന്ന് വെക്കുക. വിത്ത് റെസ്പെക്ട് ടു നമ്മൾ IR വൈബ്രേഷൻ സ്പെക്ട്രം എടുക്കുന്ന പോലെ ഇതിങ്ങനെ വൈബ്രേറ്റ് ചെയ്യാണ്. സോ Q0 cos omega t. Similarly, Q minus is equal to minus Q of t, that is equal to minus Q0 cos omega t. That is a charge simultaneously present in the metallic sphere. രണ്ടിലും ഒരേ സമയത്ത് പ്രസന്റ് ആണ് ഇത്രയും ചാർജുകൾ. കൺസിഡർ ദിസ് ഓസിലേറ്റിംഗ് ഡൈപോൾ. ഈ ഓസിലേറ്റിംഗ് ഡൈപോളിനെ വേണം നമ്മൾ കൺസിഡർ ചെയ്യാൻ. അപ്പൊ നമ്മുടെ ഡൈപോളിന്റെ പ്രത്യേകത എന്നൊക്കെ ആയിരിക്കും? മിസ്പ കേൾക്കാറുന്ന മിസ്പ? മിസ്പയ്ക്ക് കേൾക്കാറുന്നോ? മിസ്പ ഹലോ? മിസ്പയ്ക്ക് പറയാൻ പറ്റുമോ? സംയുക്ത ഉണ്ടോ? സംയുക്ത
Sir, What is your ideas about this electric dipole which produce radiation? എങ്ങനെയുള്ള ഡൈപ്പോൾ ആണെന്നാ പറഞ്ഞ നമ്മള്? So now consider there is a point. There is a point P in which I want to find out the power at that point. ഈ ഡൈപ്പോളിലെ രണ്ട് ഇതും പ്രൊഡ്യൂസ് ചെയ്യുന്ന റേഡിയേഷൻ മൂലം ഈ പോയിന്റ് പിയിൽ കിട്ടുന്ന പവർ എനിക്ക് കണ്ടുപിടിക്കാം. സോ ഹിയർ വി ക്യാൻ ഡ്രോ ടു ലൈൻസ് ഫ്രം Q1 ആൻഡ് Q2 or Q plus and Q minus. So we can write it as this is if this is R minus, this is R plus. And from the midpoint, we can draw a line and that make an angle theta with the center of the dipole. A dipole with the length D and this vector is represented as vector R. Vector R is the distance from the center of the dipole to the point P. At the point P, I want to find out the radiation or power of radiation at this point. ഈ പി എന്ന് പറയുന്ന പോയിന്റിലെ പവർ എനിക്ക് കണ്ടുപിടിക്കണം. സോ കൺസിഡർ ദ ഡൈപോൾ മൊമെന്റ്. ഡൈപോൾ മൊമെന്റിന്റെ ഇക്വേഷൻ എന്നാണ്? ഡൈപോൾ മൊമെന്റ് ഈസ് ഈക്വൽ ടു സ്മോൾ പി ഈക്വൽ ടു 2AQ എന്നാണ് നമ്മൾ പഠിച്ചേക്കുന്നത്. ഡൈപോളിന്റെ ലെങ്ത് ഇൻറ്റു ഒരു ചാർജ് അല്ലേ? ഹിയർ the dipole moment P of t is equal to P0 cos omega t. അതും oscillating ആണ്, varying ആണ്. P0 cos omega t into unit vector z. If that considered in z direction, recognize as equation number 1. ഈ P0 എന്ന് പറയുന്നതിന്റെ വാല്യൂ എങ്ങനെയായിരിക്കും? 2AQ എന്ന് പറയുന്ന പോലെയാണെങ്കിൽ ഇതിൽ ഒരെണ്ണത്തിന്റെ ചാർജ് Q0 ആണെങ്കിൽ അതിന്റെ ഡിസ്റ്റൻസ് D ആണെങ്കിൽ നമുക്ക് ഇതിനെ എങ്ങനെ എഴുതാം? P0 is equal to Q0 into D എന്ന് എഴുതാം. One of the charge into distance of separation. So that is equal to Q0 D cos omega t into unit vector z, or P0 equal to Q0 D. ക്ലിയർലി അർത്ഥന എവിടം വരെ? ക്ലിയർ ആണ് സർ.